ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണേ ഒരു ക്യാരറ്റ് എങ്ങനെയാണ് നല്ല തരിതരിയായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണമെന്നാണ് കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ തോരൻ വയ്ക്കാനാണെങ്കിലും ഹൽവ ഉണ്ടാക്കാനാണെങ്കിലും ഇനി മെഴുക്കുവരട്ടിക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ക്യാരറ്റ് നമ്മൾ നല്ലതുപോലെ പീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പിച്ചാത്തി വെച്ചിട്ട് അതിൻ്റെ തൊലി അങ്ങ് ചിരണ്ടി കളഞ്ഞാലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറിയ സ്ലൈസുകളായിട്ട് വട്ടത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. ഇനി അതിപ്പം സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ഇത്തിരി കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരുപാട് കനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തരിയായിട്ടത് പൊടിഞ്ഞ് കിട്ടത്തില്ല. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ചമ്മന്തിയൊക്കെ അരിക്കുന്ന ചെറിയ ജാറുണ്ടല്ലോ, അതിലേക്ക് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ. അതായത് ഒരു ക്യാരറ്റ് നമ്മൾ 3 പ്രാവശ്യമൊക്കെ ആയിട്ട് അരിഞ്ഞെടുക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചതച്ചെടുക്കത്തക്ക രീതിയിൽ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലിങ്ങനെ പൊടിച്ചെടുക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, നമ്മൾ ഒരുപാട് അരച്ചെടുക്കണ്ട, ചെറുതായിട്ട് ഞെക്കി കൊടുത്തിട്ട് 1, 2, 3 പ്രാവശ്യമായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്ലെൻഡ് ചെയ്യത്തില്ലേ നമ്മൾ, അതുപോലെ നമ്മൾ ക്രഷ് ചെയ്തങ്ങ് എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല തരിതരിയായിട്ട് ക്യാരറ്റ് പൊടിഞ്ഞു കിട്ടും കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയായിട്ട് അത് പൊടിഞ്ഞ് കിട്ടിയേക്കുന്നതെന്ന് നോക്കിക്കേ. ഞാനതുപോലെ എല്ലാം ക്യാരറ്റും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല രീതിയിൽ പൊടിച്ചെടുക്കും. ഞാനിപ്പോൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത ഇതിനേക്കാളും ഒരു ഇത്തിരി കൂടി 1-2 പ്രാവശ്യം കൂടി നമ്മൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ഇത്തിരി കൂടി തരിതരിയായിട്ട് പൊടിഞ്ഞു വരും. ഇതിപ്പോൾ ഞാനൊരു മെഴുക്കുവരട്ടി പാകത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും, ആർക്കും അറിയാൻ മേലാത്ത മെത്തേഡൊന്നുമല്ല. പിന്നെ ഞാനിത് കണ്ടപ്പോഴത്തേക്കും ഞാനതങ്ങ് ചെയ്തു നോക്കിയപ്പോൾ സക്സസ് ആയി. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് കുക്കുംബർ ഉണ്ടല്ലോ, നമ്മൾ കിച്ചടി വെക്കത്തില്ല, വെള്ളരിക്ക കിച്ചടി, അതിനുള്ള കുക്കുംബർ അരിഞ്ഞെടുക്കാം. അതുപോലെ ബീട്രൂട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ പൊട്ടറ്റോ ഒക്കെ നമുക്ക് ചെറുതായിട്ട് തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ ഏത്തക്കായൊക്കെ ഇതിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ.